കുറത്തിമലയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ നിലമ്പൂരുകാർ മുഴുവനും കുറത്തിമലയെ പേടിക്കും. കുറത്തിമലയിൽ ഒരാളുണ്ട്, കച്ചവടക്കാരൊക്കെ നേർച്ചയാക്കും. കുറത്തിമലയിൽ ഉത്സവം ഉണ്ടാകുന്ന എൻ്റെ വക ആനച്ചലവൊന്ന് നിലമ്പൂരുകാരുണ്ട്. നിലമ്പൂരുകാർ മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറി തൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. ഈ മന്ത്രിസഭയിലുണ്ട്. ആർക്ക് തട്ടിയാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നീ മന്ത്രിയല്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നീ MLA അല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നീ ചിന്തിക്ക്. എനിക്ക് ആർട്ട് ഓഫ് ലിവിംഗിൽ ചേർന്നത് കൊണ്ടാണ്, എനിക്ക് രവിശങ്കറെ പൂജിച്ചത് കൊണ്ടാണ് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന ഇമ്മിണി വലിയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് ഇവിടെ. ചിന്തിക്കണം. അവരൊക്കെയാണ് ഇപ്പൊ ഭൂഗോളം നിയന്ത്രിക്കുന്നത്. അവരെയൊക്കെ മുതുകിന്റെ മുകളിലാണ് ഇസ്ലാം മതത്തെ കെട്ടിവെച്ചത് എന്നാണ് ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നത്. അവരെ മുതുകിൽ ഇസ്ലാം മതത്തിനെ കെട്ടിവെച്ചാൽ അത് അവരെ മുതുകിൽ മാത്രമാണ്. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. എന്തേ പറഞ്ഞിട്ടില്ലേ? കേരളത്തിലെ പ്രഗത്ഭനായ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു മുസ്ലിയാര്, കേരളത്തിലെ ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മുസ്ലിയാര്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ രവിശങ്കറുടെ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിങ് സമാധാനപരമായ നേട്ടമുണ്ടാക്കിയെന്ന് പള്ളിയിൽ കാളിയായി നിൽക്കുന്ന ഒരാള് ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തെക്ക് ഭാഗത്തെ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടില്ലേ? എന്താ ഇവരൊക്കെ വിചാരിച്ചത്? ബനിയന്റെ കൈയും കുപ്പായത്തിന്റെ കൈയും കൂടിയാലൊക്കെ ആലിമ് എന്ന് മനസ്സിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ബഹുമാനപ്പെട്ട പുരുഷാരത്തോട് എനിക്ക് പറയാറുള്ളത്. കുപ്പായക്കൈ നീണ്ടോനൊക്കെ ഹാജിയാണ്, കുപ്പായക്കൈ നീണ്ടോനൊക്കെ മുസ്ലിയാരാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ്. ഇവൻ അലിഫ് അറിയില്ല, ഇവൻ ബ അറിയില്ല, ഇവൻ ലല്ലു വ അളല്ലു, ഇവൻ പിഴക്കാനും പിഴപ്പിക്കാനും വന്നതാണ്. ലല്ലു വ അളല്ലു, ഒരു ഹുദയും ഒരു വെളിച്ചവും ഇല്ലാത്ത ആളുകൾ. ചിന്തിക്കണം. നിങ്ങളാരുടെയും കയ്യിലല്ല, നിങ്ങൾ ആരെയും നെഞ്ചത്തല്ല. ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്ററിനെ പടുത്തുയർത്തിയത് അള്ളാഹുവിന്റെ വചനത്തിന്റെ മേലാണ്. നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. വോട്ടിന് വേണ്ടി പൂജാരികളെ മുന്നിൽ കുറി തൊടാൻ പോയിരിക്കുന്ന മന്ത്രിമാർ അവരാരാണെങ്കിലും അങ്ങനെയുള്ള ചരിത്രം ഇതെങ്ങനെ അറിയാതെ വന്നു? ഇതെങ്ങനെ അറിയാതെ ഉണ്ടാകുന്നു? അള്ളാഹുവിന്റെ ദീനിന്റെ ബാലപാഠമല്ലേ തൗഹീദ്? തൗഹീദ് എങ്ങനെ ഒരാൾ മറന്നു? തൗഹീദ് എങ്ങനെ ഒരാൾക്ക് മറക്കാൻ കഴിയുന്നു? ഞാൻ അത്ര ആലോചിച്ചില്ലെന്നോ? എങ്ങനെ ആലോചിക്കാതിരിക്കും? വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ഠനാടിയേക്കാൾ അല്ലാഹു അടുത്ത് നിൽക്കുന്നില്ലേ അവനോട്? എന്നിട്ടും അവനെങ്ങനെ ഈ ശിർക്കിന്റെ മണ്ഡപത്തിൽ പോയി പൂജാരിയോട് ചേർന്നു?
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരോടും കുറ്റവാളിയോട് ദേഷ്യമില്ല, കുറ്റത്തോട് മാത്രമാണ് ദേഷ്യം. ജനനായകന്മാർ ജനനായകരായി തുടരണമെന്നു തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ തിന്മകളിൽ നിന്ന് രാജിയാകണം. ഇവരെയൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല. വായും കണ്ണും പല്ലും പൂട്ടിയ മിണ്ടാപ്രാണികളാണ്. പെണ്ണുങ്ങളെ ചോരയുടെ കാര്യത്തിലും കുളിയുടെ ഷർത്തിന്റെ കാര്യത്തിലും മാത്രം പറയാനേ മുസ്ലിയാമാർക്ക് അധികാരമുള്ളൂ. ബാക്കിയൊക്കെ ടിപ്പിൻ ബാരിയറിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പാവത്താന്മാരായ മിണ്ടാപ്രാണികളാണ് പണ്ഡിതന്മാർ എന്നാരും ഇവിടെ വിചാരിക്കണ്ട എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംഘം ആളുകൾ വന്നിട്ട് ജ്യോത്സ്യന്മാരെ ചോദിച്ചപ്പോൾ ലൈസു ബിശൈ, അവർക്കൊന്നും ചെയ്യാനേ കഴിയില്ല, അവർ ഒന്നുമല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ പറഞ്ഞു നബിയെ അവർ ചിലപ്പോഴൊക്കെ സത്യം പറയുന്നുണ്ടല്ലോ. തിൽക്കൽ കലിമത്തു മിനൽ ഹഖി യഖ്തിഫുഹൽ ജിന്നു ഫയുഖർഖിറുഹാ ഫീ ഉദ്നി വലിഹി. ആകാശത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കട്ടുകേട്ടാൽ അതുകൂടി ചേർത്തിട്ട് തൻ്റെ ആളുടെ, തൻ്റെ വലിയൻ്റെ, തൻ്റെ ബന്ധുവിൻ്റെ തന്നെ ആരാധിക്കുന്നവൻ്റെ ചെവിയിലിട്ട് കൊടുക്കുകയാണ് പിശാചുക്കൾ. അത് വലിയ കാര്യമാക്കി ജ്യോത്സ്യന്മാർ എടുത്തു പറയുകയും ചെയ്യുന്നു. 100 കളവ് അതിൽ അവർ ചേർക്കുന്നു. അബദ്ധമേ അവർക്കുണ്ടാകൂ, സുബദ്ധം കുറവാണ്, അബദ്ധമാണ് കൂടുതൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണല്ലോ, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. നിങ്ങൾ നോക്ക്, എപ്പോഴാണ് ജ്യോത്സ്യന്മാർ നേര് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ജ്യോത്സ്യന്മാർ. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. 1982 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഫെബ്രുവരിയിലെ ഒരു ലക്കത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭരായ ചില ജ്യോതിഷന്മാരുടെ പ്രവചനങ്ങൾ ചേർത്തിരുന്നു. 1982 ഫെബ്രുവരിയിലെ ഒരു ലക്കം ജ്യോതിഷ സ്പെഷ്യലായ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കോഴിക്കോട് തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന, സംസ്കാരത്തിൻ്റെയും പത്രങ്ങളുടെയും തലസ്ഥാനമായ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു ലക്കം ജ്യോതിഷ സ്പെഷ്യലായിരുന്നു 1982. അതിൽ കുറെ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്തിലെ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ അധ്യക്ഷൻ പ്രസിഡന്റായ MD ജെയിൻ്റെതായിരുന്നു ചില പ്രസ്താവനകൾ. ഒന്ന്, ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി 1982 ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന വലിയ വിഡ്ഢിത്തം അയാൾ എഴുന്നള്ളിച്ചു 1982. നിങ്ങൾ ആലോചിക്കണം, ഒരു മുസ്ലിയാർക്ക് എങ്ങാനും പിഴച്ചു പോയാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവും നാട്ടിൽ. നേരെ മറിച്ച് ഇത് പിഴച്ചിട്ട് മിണ്ടാൻ വരെ ആളില്ല. 1982 ഏപ്രിൽ 4, ഇവിടെ മാതൃഭൂമിയാണത് പ്രസിദ്ധീകരിച്ചത്. ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും അത് 3 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്നും ഇന്ത്യക്കാരനായ ഒരു ആധ്യാത്മികാചാര്യന്റെ ശ്രമഫലമായി ആ യുദ്ധം അവസാനിക്കുമെന്നും 3-ാം ലോക മഹായുദ്ധം 1982 ഏപ്രിൽ 4-ാം തീയതി തുടങ്ങുമെന്ന് ഇന്ത്യൻ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ, അതായത് ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭമായ ജ്യോതിഷ സംഘടനയായ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ പ്രസിഡന്റായ MD ജെയിന്റെ പ്രസ്താവന ഈ മാതൃഭൂമി, ഈ കോഴിക്കോട്ട് എന്ന് പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയാണ് പറഞ്ഞത്. 1982 ഏപ്രിൽ 4-ാം തീയതി ലോകമഹായുദ്ധം ഉണ്ടാവും. 82 കഴിഞ്ഞു, 92 കഴിഞ്ഞു, 2002 കഴിഞ്ഞു, 2005 കഴിഞ്ഞു, ഇപ്പോഴും ലോകമഹായുദ്ധം ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പ്രസ്താവന, 1982 ഏപ്രിൽ മെയ് മാസത്തോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ലോകത്തുണ്ടായിരിക്കുകയില്ല. ജ്യോതിഷത്തിൻ്റെ നിഷ്പന്നമായ കാര്യം സവർണ ഫാഷിസമാണ് എന്നുകൂടി ഇന്ന് മനസ്സിലാക്കാം. ഇതിന് അതിന് തന്നെ കയറി പിടിക്കുന്നത്. 1982 ഏപ്രിൽ മാസം ആവണോടുകൂടെ ബംഗ്ലാദേശ്, പാകിസ്ഥാന് എന്ന 2 രാജ്യങ്ങൾ ലോകത്തുണ്ടാവൂല എന്ന് പറഞ്ഞത് ഏതോ 10 റുപ്യന്റെ കൈക്കൂലി കൈമടക്ക് വാങ്ങി കവിടി നിരത്തുന്നതല്ല. ഇന്ത്യൻ ആസ്ട്രോളജിക്കൽ ഫെഡറേഷന്റെ അധ്യക്ഷനായ MD ജെയിന്റെ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ തമാശ പറയില്ല. പാകിസ്ഥാൻ ഇന്നും നിലനിൽക്കുന്നു. ബംഗ്ലാദേശ് ബീഗം ഹസീനയുടെയും ഖാലിദാസിയയുടെയും ഒക്കെ നാട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യ പ്രഗത്ഭനായ ജ്യോതിഷിയായിരുന്നു ആയ ND ശ്രീമാൻ